ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോ നമ്മുടെ മെയിൻ്റനൻസ് ട്രിബ്യൂണലുകളിൽ ഉള്ള അഡ്വക്കേറ്റുമാരുടെ പ്രവർത്തനത്തെക്കുറിച്ചാണ്. നാഗപ്പൂർ ബെഞ്ച്, ബോംബെ ഹൈക്കോടതിയുടെ നാഗപ്പൂർ ബെഞ്ച് മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് എന്ന നിയമത്തിലെ 17ാമത്തെ സെക്ഷൻ നൾ ആൻഡ് വോയിഡ് ആണെന്ന് പ്രഖ്യാപിച്ചു. ഇത് തന്നെ കേരള ഹൈക്കോടതി, ഡൽഹി ഹൈക്കോടതി, ബോംബെ ഹൈക്കോടതിയുടെ ഗോവ ബെഞ്ച് ഒക്കെ സ്ട്രക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാരണം ഈ സെക്ഷൻ 17 പറയുന്നത് മെയിൻ്റനൻസ് ട്രിബ്യൂണലുകൾ, അതായത് കേരളത്തിലെ 27 RDOമാർ മെയിൻ്റനൻസ് ട്രിബ്യൂണലുകളായി ഈ നിയമപ്രകാരം പ്രവർത്തിക്കുന്നുണ്ട്. ഈ സെക്ഷൻ 17 പറയുന്നത് ആ ട്രിബ്യൂണലിൽ അപ്പിയർ ചെയ്യുന്ന പരാതി കൊടുക്കുന്നതിന് വേണ്ടി, പരാതിക്കാർക്ക് വേണ്ടിയോ എതിർകക്ഷിക്ക് വേണ്ടിയോ അഡ്വക്കേറ്റുമാരെ അനുവദിക്കുന്നതല്ല എന്നുള്ളതാണ്. മെയിൻ്റനൻസ് ട്രിബ്യൂണലിൽ ഒരു മുതിർന്ന പൗരൻ അയാൾക്കെതിരെ ഉണ്ടാകുന്ന അവശതകൾ, അതായത് മെയിൻ്റനൻസിന് വേണ്ടി, ജീവനാംശത്തിന് വേണ്ടി പരാതി കൊടുക്കുമ്പോൾ അതിനു വേണ്ടി ഒരു ഫോം നമ്പർ A, അതിൻ്റെ ചട്ടം 2009 ചട്ടത്തിലെ ആദ്യത്തെ ഫോം അത് പറയുന്നുണ്ട്. ഫോമിൽ പറയുന്നത് സ്വന്തം പേര്, അഡ്രസ്സ്, എതിർകക്ഷികളുടെ പേര്, വിലാസം, എന്ത് മെയിൻ്റനൻസ്, എന്ത് ആവലാതി എന്താണ്, എന്ത് പരിഹാരമാണ് ആവശ്യപ്പെടുന്നത് എന്നുള്ള ഒരു 6-7 ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഫോമാണ്. അത് ഫോം ഫില്ല് ചെയ്ത് നേരിട്ട് RDO അല്ലെങ്കിൽ മെയിൻ്റനൻസ് ട്രിബ്യൂണലിൽ എത്തിക്കാവുന്നതും, അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കുകയും ആദ്യം അത് കൺസിലിയേഷൻ ഓഫീസർമാർ ചർച്ച ചെയ്യുകയും അത് പരിഹരിക്കപ്പെട്ടില്ല എങ്കിൽ, അത് പരിഹരിക്കപ്പെടുകയാണെങ്കിൽ അത് അതുപോലെയുള്ള ഉത്തരവ് RDO പുറപ്പെടുവിക്കുകയും, പരിഹരിക്കപ്പെട്ടില്ല എങ്കിൽ ആ കേസ് RDO നേരിട്ട് കേൾക്കുന്നതുമാണ്. ഈ അച്ഛൻ മക്കൾക്കെതിരെ കൊടുക്കുന്ന പരാതിയാണ്. അതൊരു കോടതി നടപടികളിലൂടെ പരിഹരിക്കാവുന്നതിനേക്കാൾ എളുപ്പം ഒരു കൺസിലിയേഷൻ ഓഫീസർമാർ സംസാരിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ആ നിയമം പാസ്സാക്കിയത്. പക്ഷേ കേരളത്തിലെയും മഹാരാഷ്ട്രയിലെയും ഒക്കെ ഡൽഹിയിലെയും ഹൈക്കോടതികൾ അത് നൾ ആൻഡ് വോയിഡ് ആയിട്ട് പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇതുകൊണ്ട് ഉണ്ടാകുന്ന നഷ്ടം ചിലപ്പോൾ അത് മുതിർന്ന പൗരന്മാർക്ക് എതിരെ വരാൻ സാധ്യതയുണ്ട്. ഈ കേസ് നൾ ആൻഡ് വോയിഡായിട്ട് ഹൈക്കോടതി പ്രഖ്യാപിച്ചപ്പോൾ അത് ഈ കേസിന് വേണ്ടി പോകുന്ന സ്വന്തം കാര്യം വിവരിക്കാൻ കഴിയാത്ത മുതിർന്ന പൗരന്മാർക്ക് ഇതൊരു നേട്ടമാണെന്നാണ് അവരുടെ വക്കീൽ ഇങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞത്. പക്ഷേ ഫലത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത് മുതിർന്ന പൗരന്മാർക്ക് അവരുടെ മെയിൻ്റനൻസ് കിട്ടുന്നില്ല എന്നുള്ള കാര്യം പറയുന്നതിന് ആ ഫോം എഴുതി കൊടുക്കുകയോ അല്ലെങ്കിൽ നേരിട്ട് കൺസിലിയേഷൻ ഓഫീസർമാരോട് സംസാരിക്കുകയോ ചെയ്യാവുന്നതാണ്. സംസാരിക്കാൻ കഴിവില്ലാത്ത ചില മുതിർന്ന പൗരന്മാർക്കായിരിക്കും ഒരുപക്ഷെ ഈ അഡ്വക്കേറ്റുമാരുടെ ആവശ്യം വരുന്നത്. അങ്ങനെയുള്ളവർക്ക് അഡ്വക്കേറ്റുമാരെ നിയമിക്കാനുള്ള കഴിവും ഉണ്ടാവുകയില്ല. അഡ്വക്കേറ്റുമാർ കൂടുതലും ഹാജരാകുന്നത് ഈ എതിർകക്ഷികൾക്ക് വേണ്ടിയാണ്, അതായത് മക്കൾക്ക് വേണ്ടിയാണ്. ഇത്രയും തുക എനിക്ക് കൊടുക്കാൻ പറ്റില്ല, എനിക്ക് മക്കളും ഭാര്യയൊക്കെ നോക്കാനുണ്ട്, അതുകൊണ്ട് അമ്മയ്ക്ക് പരാതി കൊടുക്കാൻ കഴിയില്ല, അമ്മയ്ക്ക് ചിലവിന് കൊടുക്കാൻ തുകയില്ല എന്നുള്ള രീതിയിലാണ് വാദിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയാണ് അഡ്വക്കേറ്റുമാരുടെ ആവശ്യം. അതുപോലെ ഈ അമ്മയ്ക്ക് മാനസിക രോഗമാണ്, അവരെ ചികിത്സിക്കണം എന്ന് വാദിക്കുന്ന അഡ്വക്കേറ്റുമാരുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ അഡ്വക്കേറ്റുമാർ ഫലത്തിൽ മുതിർന്ന പൗരന്മാർക്ക് എതിരായിട്ടും ഉള്ള വിധികളും സമ്പാദിക്കുന്നവരുണ്ട് എന്നുള്ളതാണ് ഒരു വാസ്തവം.